നമസ്കാരം. പോലീസിലെ പച്ച വെളിച്ചത്തെക്കുറിച്ച് കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകളുടെ പ്രതിനിധികൾ, ആ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ പോലീസിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും അവർ അത്തരത്തിൽ ആ ആശയങ്ങൾക്കനുസൃതമായി പലപ്പോഴും നിയമവിരുദ്ധമായും പ്രവർത്തിക്കുന്നു, അതാണ് പോലീസിലെ പച്ച വെളിച്ചം എന്ന് പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതായത് ഏറ്റവും ഒടുവിലായി നടന്ന സംഭവങ്ങളിൽ RSSൻ്റെയും BJPയുടെയും പ്രവർത്തകരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലീസ് തന്നെ മതതീവ്രവാദ സംഘടനകൾക്ക് ചോർത്തിക്കൊടുത്തു എന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ചില പോലീസുകാരെ പോലീസിൽ നിന്നും പിരിച്ചുവിടുകയും സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അതായത് പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടന ഇത്തരത്തിൽ RSS പ്രവർത്തകരുടെയും BJP പ്രവർത്തകരുടെയും ലിസ്റ്റ് എടുക്കുകയും ഇതിൽ കൊല്ലപ്പെടേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി സൂക്ഷിക്കുകയും പതിവായിരുന്നു. അനുയോജ്യമായ സാഹചര്യം വരുമ്പോൾ കൃത്യമായി തന്നെ ഈ ലിസ്റ്റിലുള്ളവരെ വെട്ടിയും കുത്തിയും ഒക്കെ കൊലപ്പെടുത്തുക എന്ന ഒരു പദ്ധതി, അങ്ങനെയുള്ള ഒരു പദ്ധതി പോപ്പുലർ ഫ്രണ്ടിനുണ്ടായിരുന്നു. ഇതിനുവേണ്ടി നിരവധി ആളുകളെ അവർ പരിശീലനം കൊടുത്തിരുന്നു. ഇതൊക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം കഥകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നിരുന്നതാണ്. ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന് ലിസ്റ്റിട്ട് കൊല്ലാൻ വേണ്ടിയിട്ടാണ് അതത് പ്രദേശങ്ങളിലെ RSSൻ്റെയും BJPയുടെയും മറ്റ് സംഘപരിവാർ പ്രവർത്തകരുടെയും എല്ലാം വിശദാംശങ്ങൾ ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തി കൊടുത്തിരുന്നത്. RSSൻ്റെയും BJPയുടെയും മാത്രമല്ല, ചില ക്രിസ്തീയ മത പുരോഹിതന്മാരുടെയും സമുദായ പ്രവർത്തകരുടെയും അല്ലെങ്കിൽ സമുദായ നേതാക്കന്മാരുടെയും ഒക്കെ വിവരങ്ങൾ ഇത്തരത്തിൽ പോലീസിൽ നിന്നും നിയമവിരുദ്ധമായി തന്നെ അതീവ രഹസ്യമായി മതതീവ്രവാദ സംഘടനകൾക്ക് ചോർത്തപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത നമ്മൾ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. ഇത്തരത്തിൽ പച്ച വെളിച്ചം പോലീസിൽ മാത്രമല്ല റിസർവ് ബാങ്കിലും നടക്കുന്നുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ചില മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്കിൻ്റെ കൊച്ചി യൂണിറ്റിൽ വനിതാ ദിന ആഘോഷങ്ങൾ നടന്നുവെന്നും ആ വനിതാ ദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാനായി മാധ്യമപ്രവർത്തകയായ KK ഷാഹിനെയാണ് ഇവർ ക്ഷണിച്ചത്, സംഘാടകർ ക്ഷണിച്ചത് എന്നതുമാണ് ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകയായ KK ഷാഹിനെയെ വനിതാ ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചതിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടായേക്കാം. തീർച്ചയായും KK ഷാഹിന അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ റിപ്പോർട്ടറായി തുടങ്ങുകയും പല നിരവധി ദേശീയ അതുപോലെ തന്നെ പ്രാദേശിക മാധ്യമങ്ങളിൽ, പ്രിൻ്റ് മീഡിയയിലും അതുപോലെ സാറ്റലൈറ്റ് മീഡിയയിലുമെല്ലാം വളരെ വലിയ അനുഭവ സമ്പത്തുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് KK ഷാഹിന. പക്ഷേ KK ഷാഹിനയെ ഇത്തരത്തിൽ റിസർവ് ബാങ്കിലേക്ക് നടക്കുന്ന ഒരു പരിപാടിയിൽ ക്ഷണിക്കുന്നതിന് പിന്നിൽ ചെറിയൊരു തടസ്സമുണ്ട്. ആ തടസ്സം മറ്റൊന്നുമല്ല, മദനി പ്രതിയായിരുന്ന ബാംഗ്ലൂർ സ്ഫോടന കേസിൽ കൂട്ടുപ്രതിയാണ് KK ഷാഹിന. അതായത് ബാംഗ്ലൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് KK ഷാഹിന അതിൽ കൂട്ടുപ്രതിയാകുന്നു. UAPA ചുമത്തിയിട്ടുള്ള UAPA വകുപ്പ് അനുസരിച്ചിട്ടാണ് ഈ KK ഷാഹിനയ്ക്കെതിരെ ഇപ്പോഴും കേസ് നിലവിലുള്ളത്. അതിന് പ്രത്യേക UAPA കോടതിയിൽ വിചാരണ നേരിടുകയുമാണ് ഈ മാധ്യമ പ്രവർത്തക. അതിന് പുറമെ 2-3 കേസുകൾ ഇവരുടെ പേരിലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചില കേസുകൾ വന്നു ചേരുക സ്വാഭാവികമാണ്. പക്ഷേ UAPA പോലുള്ള അതീവ ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെട്ടിട്ടുള്ള കേസുകളിൽപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകയെ റിസർവ് ബാങ്ക് പോലെയുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിച്ചു വരുത്തുന്നു എന്ന ചോദ്യം ഉയരുകയാണ്. അത് ഇത്തരത്തിലുള്ള മുസ്ലിം മത തീവ്രവാദ സംഘടനകളുടെ ആശയങ്ങളോട് അനുഭാവമുള്ള ചില ആളുകൾ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന ഇതിൻ്റെ സൂചനയായിട്ടാണ് ഈ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത് നിലവിളക്ക് കൊളുത്തിക്കൊണ്ടായിരുന്നു. പക്ഷേ KK ഷാഹിനയ്ക്ക് അങ്ങനെ നിലവിളക്ക് കൊളുത്തുക അസാധ്യമാണ് എന്ന് അറിയിച്ചതിനെ തുടർന്ന് കേക്ക് മുറിച്ചുകൊണ്ടാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഭരണഘടനാ സ്ഥാപനമായ, തീർച്ചയായും നമുക്കറിയാം ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്, ബഹുസ്വര സമൂഹമാണ്. ഈ സമൂഹത്തിൽ വിവിധ ജാതി മത വിഭാഗങ്ങൾ ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. മതപരമായ പേഴ്സണാലിറ്റീസ് ഇത്തരത്തിലുള്ള പരിപാടികൾ വരുന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അവരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അത് കൃത്യമായി ക്ലിയർ ആയിരിക്കണം. പ്രത്യേകിച്ചും ഒരു ഭരണഘടനാ സ്ഥാപനമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഭാരതത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. ഭാരതത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ നട്ടെല്ലാണ്
വ്യവസ്ഥയാണ്. ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഏതാണ്ട് നിയന്ത്രിച്ചിരിക്കുന്നത്, ഭാരതത്തിൻ്റെ ബാങ്കിങ് മേഖലയെ ഒന്നാകെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഈ ഭാരതത്തിൻ്റെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഭാരതത്തിൻ്റെ നോട്ട് ഇഷ്യൂ അടക്കമുള്ള വളരെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ചെയ്യുന്ന, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള മതതീവ്രവാദ ബന്ധമുള്ള ആളുകൾ ജോലിയെടുക്കുന്നു. അവർ ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ സമാന മനസ്കൃതരായ ആളുകളെ, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളെ ഇതിനകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന ശേഷം ഇത്തരം പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നു എന്നുള്ളതും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഈ മാധ്യമ റിപ്പോർട്ടിനെ തുടർന്ന് നിരവധി പരാതികൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർക്ക് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ ഒരു അന്വേഷണം അത്യാവശ്യവുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.